കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ചതായ വിഷയം പിതാവിനോട് പുത്രനോട് സമത്വം അവകാശപ്പെടുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് നാം ഒന്ന് ചിന്തിച്ച് വിടുവാനിടയായി. പരിശുദ്ധാത്മാവിനെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. ആ ചിന്തയുടെ ശേഷം നാം യേശു ക്രിസ്തുവിലേക്ക് വീണ്ടും നാം മടങ്ങി വരാൻ പോവുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ്. നോക്കുക, ദൈവം എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നത്, പരിശുദ്ധാത്മാവിനെ ദൈവം എന്ന് വിളിച്ചിരിക്കുന്നത് നോക്കാം. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം അതിന് 3-4 വാക്യങ്ങൾ. പരിശുദ്ധാത്മാവിനെ വിളിച്ചിരിക്കുന്ന പേര് അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 3-4 വാക്യങ്ങൾ. അനന്യാസ്, സഫീറ എന്നീ 2 പേർ പാപം ചെയ്തു. മറ്റെല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്തു എന്നവർ പറഞ്ഞെങ്കിലും അങ്ങനെ അവർ ചെയ്തില്ല. നിലം വിറ്റു പണം കൊണ്ടുവന്ന് എല്ലാവരും അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെക്കുമ്പോൾ ഈ 2 പേർ വെവ്വേറെയായിട്ട് വന്നു. ഒരുവൻ വന്ന്, ഭർത്താവ് വന്നിട്ട് പണം കാൽക്കൽ വെച്ചിട്ട് ചോദിച്ചു. പത്രോസ് ചോദിക്കുന്നു, ഇത്രയ്ക്കോ നിലം വിറ്റത് പറക. ഇത്രയ്ക്ക് തന്നെ എന്ന് പറഞ്ഞു. എന്നാൽ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടാണ് ഇത് പറയുന്നത്. ഉടനെ അവൻ പിടഞ്ഞു വീണവൻ മരിച്ചു. അതിന് പുറകെ ഇതൊന്നും അറിയാതെ ഭാര്യയും വരികയാണ്. അവളോടും ചോദിക്കുന്നു, ഇത്രയ്ക്കോ നിങ്ങൾ നിലം വിറ്റത്? ഇത്രയ്ക്ക് തന്നെ. അവളും വീണവിടെ പിടഞ്ഞു വീണ് മരിച്ചു. ഈ ഭാഗത്തിൽ നമുക്ക് കാണുന്ന ചില വാക്യങ്ങളാണ് നമ്മുടെ പ്രസക്തമായ വിഷയം. 5-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, അപ്പോൾ പത്രോസ് അനന്യാസെ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിൻ്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയതെന്ത്? അപ്പോൾ ആരോടാണ് വ്യാജം കാണിച്ചത്? പരിശുദ്ധാത്മാവിനോട്. ഇനി 5-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരാം. ഈ വാക്ക് കേട്ടിട്ട് അനന്യാസ് വീണു, പ്രാണനെ വിട്ടു. ഇനി അതിൻ്റെ സ്തോത്രം 8-ാമത്തെ വാക്യം. ഓക്കെ, നോക്ക്, കർത്താവിൻ്റെ ആത്മാവിനോട്. പരിശുദ്ധാത്മാവെ സമം കർത്താവിൻ്റെ, യേശുവിൻ്റെ ആത്മാവ്, യേശുവിൻ്റെ ആത്മാവ്. ഇനി നമുക്ക് വീണ്ടും തിരിച്ചു വരാം. 4-ാമത്തെ വാക്യത്തിൻ്റെ ബാക്കി ഭാഗം. വിറ്റ ശേഷവും നിന്റെ കൈവശമല്ലാഞ്ഞുവോ? ഈ കാര്യത്തിൽ നീ മനസ്സ് വെച്ചത് എന്ത്? മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. ഇതിന് തൊട്ടു മുമ്പ് പറയുന്നു, നീ പരിശുദ്ധാത്മാവിനോട്. 3-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു. 5-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, നീ ദൈവത്തോട് വ്യാജം കാണിച്ചു. പിന്നെ താഴെ നമ്മൾ വായിച്ചു, യേശുവിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ കർത്താവിൻ്റെ ആത്മാവ്. നോക്കുക, അപ്പോൾ പുത്രനായ യേശു ക്രിസ്തുവിനോട് ചേർത്ത് വെച്ച് ചിന്തിക്കുന്നതായ അടുത്ത ഒരു ആണത്വത്തെ നമ്മൾ ശ്രദ്ധിക്കുകയാണ്, പരിശുദ്ധാത്മാവ്. അങ്ങനെ പരിശുദ്ധാത്മാവ് ദൈവം എന്ന് കയറി വിളിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഇനി 1 കൊരിന്ത്യർ 3-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? സ്തോത്രം. 6-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിലും ദൈവത്തിൻ്റെ ആത്മാവ് എന്ന് കാണുവാൻ കഴിയുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ എങ്ങനെ വിളിക്കുന്നു? ദൈവം എന്നും ദൈവത്തിൻ്റെ ആത്മാവെന്നും യേശുവിൻ്റെ ആത്മാവെന്നും വിളിച്ചിരിക്കുന്നു. ഇനി മറ്റു ചില വിശേഷ ദൈവിക ലക്ഷണങ്ങൾ പരിശുദ്ധാത്മാവ് കാണിക്കുന്നതും കാണുവാൻ കഴിയുന്നു. റോമാലേഖനം 8-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ജീവന്റെ ആത്മാവ് എന്ന് വിളിച്ചിരിക്കുന്നു. യോഹന്നാൻ 16:13 സത്യത്തിൻ്റെ ആത്മാവ് എന്നവനെ വിളിച്ചിരിക്കുന്നു. ഇതെല്ലാം ദൈവമായിട്ട് ബന്ധപ്പെട്ട അതേ വാക്യങ്ങളാണ്. ഇനി അടുത്തത് എഫേസ്യർ 4:30 വിശുദ്ധ ആത്മാവ് എന്ന് വിളിച്ചിരിക്കുന്നു. എബ്രായർ 9:14 നിത്യ ആത്മാവ് എന്ന് വിളിച്ചിരിക്കുന്നു. മരണമില്ലാത്ത ആത്മാവാണ്, നിത്യമായി എന്നേക്കും ഇരിക്കുന്ന ആത്മാവ്. സങ്കീർത്തനം 139:7 അവിടെ വായിക്കുന്നു, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? നിന്റെ ആത്മാവിനെ വിട്ട്
ഞാൻ എവിടെ പോയി വസിക്കും? പറ്റുകയല്ല. എല്ലായിടത്തും അവൻ്റെ ആത്മാവുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ആത്മാവിന് എന്തുണ്ട്? ദൈവത്തെ പോലെ സർവ്വവ്യാപിത്വമുണ്ട്. പരിശുദ്ധാത്മാവിന് എന്തുണ്ട്? സർവ്വവ്യാപിത്വമുണ്ട്. അവൻ നിത്യനാണ്, നിത്യാത്മാവെന്ന് തന്നെ വിളിച്ചിരിക്കുന്നു. പരിശുദ്ധനാണ്, പരിശുദ്ധ ആത്മാവെന്ന് വിളിച്ചിരിക്കുന്നു. യേശുവിൻ്റെ ആത്മാവാണ്, യേശുവിൻ്റെ ആത്മാവ് തന്നെ എന്ന് വിളിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവാണ്, അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നു. ഇനിയും 1 കൊരിന്ത്യർ 12-11 വാക്യത്തിൽ 1 കൊരിന്ത്യർ 12:11 നമ്മൾ വായിക്കുന്നു, സർവജ്ഞത എല്ലാം അറിയാവുന്നവനാണ് അവൻ, സകലത്തെയും വിവേചിക്കുന്നവൻ, സകലത്തെയും മനസ്സിലാക്കുന്നവനാണ്. ഓർപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ വിശേഷജ്ഞാനം, മറ്റുള്ള ദൈവിക വിശേഷ ലക്ഷണങ്ങൾ, ഇതെല്ലാം പരിശുദ്ധാത്മാവിനെ കാണുവാൻ കഴിയും. ഇനി ദൈവത്തിൻ്റെ പ്രവൃത്തി പരിശുദ്ധാത്മാവ് ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവം എന്തെല്ലാം പ്രവർത്തിച്ചോ അതെല്ലാം പരിശുദ്ധാത്മാവ് ചെയ്യുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ സൃഷ്ടിപ്പിൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ കാണുന്നു. സൃഷ്ടിപ്പിൽ എന്താണ് സൃഷ്ടിപ്പിൽ പരിശുദ്ധാത്മാവ് എന്നത്? ആഴത്തിന് മീതെ ഇരുളുണ്ടായിരുന്നു അല്ലേ? അവിടെ വായിക്കുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് ആ വെള്ളത്തിന് മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഹോവറിങ് ഓവർ ദ വേൾഡ്, അടയിരുന്നു, പൊരുന്നയിരുന്നു എന്നാണ് കാണുവാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് ഈ വെള്ളത്തെ മൂടി, ഈ ഭൂമിയെ മൂടിക്കൊണ്ട് വെള്ളം നിൽക്കുകയാണ്. എല്ലായിടത്തും വെള്ളം, എല്ലായിടത്തും വെള്ളം. 1-ാമത്തെ അധ്യായം 1-ാമത്തെ ഉൽപ്പത്തി പുസ്തകം 1-1 നമ്മൾ വായിക്കുന്നതാണ്, ആദിയിൽ ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിച്ചു. 2-ാമത്തെ വാക്യത്തിൽ എന്താണ്? ഭൂമി പാഴും ശൂന്യമായി തീർന്നു, പാഴായും ശൂന്യമായി തീർന്നു. അതിനെക്കുറിച്ച് പറയുന്നത് the earth became എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ആയി തീർന്നു, void and formless. ഒരു അഴകുഴമ്പൻ പരുവത്തിൽ, ഒരു കുഴമ്പ് പരുവത്തിൽ ഈ കരയും വെള്ളവും എല്ലാം കൂടെ ചേർന്ന് ഇങ്ങനെ കുഴഞ്ഞുപോയി. ഇങ്ങനെ കിടക്കുന്നതിനെ കുറിച്ചാണ് എബ്രായ ഭാഷയിൽ പറഞ്ഞിരിക്കുന്ന ആ ഭാഗം നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത്. വെള്ളം മാത്രമല്ല, ഇങ്ങനെ കുഴഞ്ഞു കിടക്കുന്നൊരു പരുവത്തിൽ, ഫോംലെസ് ആൻഡ് വോയിഡ്, അതിലൊന്നുമില്ലായിരുന്നു. ഈ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, എല്ലാം ദൈവം സൃഷ്ടിച്ചു. ദൈവം സൃഷ്ടിച്ചത് ആൾപ്പാർപ്പില്ലാതിരിക്കാനോ ഇങ്ങനെ ശൂന്യമായി കിടക്കാനോ അല്ല. ദൈവം അങ്ങനെ ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല, ആവശ്യമില്ലാതെ ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ 1-ാമത്തെ വാക്യവും 2-ാമത്തെ വാക്യവും തമ്മിൽ വളരെ നാളുകളുടെ വ്യത്യാസമുണ്ടെന്ന് കാണുവാൻ കഴിയുന്നു. യുഗങ്ങളുടെ വ്യത്യാസമുണ്ട്. ഈ ഭൂമിയിൽ ഇടയ്ക്ക് വന്ന് ലാൻഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പുള്ളിയുണ്ട്. അതിനെ നമുക്ക് കാണുന്നത് ലൂസിഫറാണ്. അവൻ ഇടയ്ക്ക് അവൻ്റെ ബിസിനസ്സിൻ്റെ ഒരു ഭാഗമായിരുന്നു ഭൂമിയിൽ ഒന്ന് ടച്ച് ചെയ്യുക എന്നുള്ളത്. സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഒരു വരുത്തുപോക്ക് ഉണ്ടായിരുന്നു. അവന് വരികയും പോവുകയും ചെയ്തുകൊണ്ടിരുന്നു. അവൻ പാപം ചെയ്തതോടുകൂടി അവൻ തൊട്ടതെല്ലാം പാപമായി, അശുദ്ധമായി തീർന്നു. അവൻ്റെ പ്രവൃത്തി നിമിത്തം ഭൂമി വോയിഡായി തീർന്നു, ഫോംലെസ് ആയി തീർന്നു, ആകൃതിയില്ലാത്ത, രൂപഭംഗിയില്ലാത്തതായി തീർന്നു. അതുകൊണ്ട് വീണ്ടും അതിനെ പുനരുദ്ധരിച്ചു കൊണ്ടുവരുവാൻ ദൈവം തീരുമാനിച്ചു. ദൈവം ഏതെങ്കിലും ഒരു പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പകുതി വഴിക്ക് വെച്ച് ആരെങ്കിലും നഷ്ടപ്പെടുത്തി നശിപ്പിച്ച് കളഞ്ഞെന്ന് പറഞ്ഞ് കർത്താവ് വിട്ടു പോകത്തില്ല. അതെന്തായിരുന്നാലും വീണ്ടും അതിനെ സ്പർശിച്ച് രൂപാന്തരപ്പെടുത്തിയെടുക്കും. ദൈവം ഭൂമിയെ രൂപപ്പെടുത്തുവാൻ വേണ്ടി ചെയ്ത പരിപാടി വീണ്ടും ആ ദൈവത്തിൻ്റെ ആത്മാവിനെ ഈ ഭൂമി മേൽ അയച്ചു കൊടുത്തു. ഭൂമി മുഴുവൻ അവനിങ്ങനെ വ്യാപരിച്ചു കൊണ്ടിരുന്നു. അതിനെ അടയിരിക്കുന്നത് ഒരു മുട്ട, അതിനകത്തിരിക്കുന്ന ജീവൻ പുറത്തു വരുന്നതിന് വേണ്ടിയാണ് ആ തള്ളപ്പക്ഷി അടയിരിക്കുന്നത്. അതുപോലെ ചൂട് കൊടുത്തുകൊണ്ട് ആത്മാവിൻ്റെ ഒരു പ്രത്യേക ഒരുന്നയിരിക്കുന്ന അവസ്ഥ, ഹോവറിങ് ഓവർ ദ വേൾഡ്, ഇങ്ങനെ ഒരുന്നയിരുന്ന് ചൂട് പിടിപ്പിച്ച് തൻ്റെ സ്പർശന നിമിത്തം ഒരു ദിവസം ദൈവം പറഞ്ഞു, വെള്ളം മാറിപ്പോകട്ടെ, പ്രകാശമുണ്ടാകട്ടെ. ഇങ്ങനെയെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭൂമിക്ക് വ്യത്യാസമുണ്ടായി. ഒടുവിൽ ഭാഗം തെളിഞ്ഞു വന്നു. അതോടുകൂടി ജന്തുക്കളെ കർത്താവ് അതിൽ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. വീണ്ടും അത് മനോഹരമായി ഒന്നാക്കി ദൈവം തീർക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് സൃഷ്ടിപ്പിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ കാണുന്നു. ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ശുശ്രൂഷയിൽ സൃഷ്ടിപ്പിൽ പരിശുദ്ധാത്മാവ് നിൽക്കുന്നത്. ഇനി 6-ാം അധ്യായം 3-ാമത്തെ വാക്യം, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 3-ാമത്തെ വാക്യം, ഞാൻ സദാകാലവും മനുഷ്യരോട് വാദിച്ചു കൊണ്ടിരിക്കുകയില്ല എന്ന് യഹോവയുടെ ആത്മാവ് അരുളി ചെയ്തു. ദൈവത്തിൻ്റെ ആത്മാവ് ദൈവം പറയുന്നു, ഞാൻ സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കത്തില്ല, മനുഷ്യരോട് വാദിക്കത്തില്ല. ഐ വിൽ നോട്ട് റെസ്ട്രെയിൻ എന്ന പദമായി, റെസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ മല്ല് പിടിക്കത്തില്ല, ഗുസ്തി പിടിക്കത്തില്ല. ദൈവം ഗുസ്തി പിടിക്കുമോ? ദൈവം മല്ല് പിടിക്കുമോ? റെസ്ലിംഗ്
ഒരു ഗുസ്തി ചാമ്പ്യനാണോ ദൈവം? അങ്ങനെ തന്നെ മനുഷ്യരോട് ഇടപെട്ടുകൊണ്ടിരിക്കുക. മനുഷ്യന് ഫ്രീ വില്ല് കൊടുത്തു, സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തു. ഇപ്പം പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ തിന്മയായത് തന്നെ തിരഞ്ഞെടുക്കത്തുള്ളൂ. 6-ാം അധ്യായത്തിലെ വിഷയം അതാ. മനുഷ്യൻ പാപം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവൻ്റെ നിത്യത കണ്ട ദൈവത്തിൻ്റെ ആത്മാവ് ഇവരുടെ മനസ്സിലേക്ക് കയറി വന്നിട്ട് മല്ലി പിടിക്കാൻ തുടങ്ങി. ചെയ്യരുതേ, അരുതേ, 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 അരുതേ. നമുക്ക് കാണുവാൻ കഴിയുന്നത് അധർമ്മമൂർത്തിയുടെ വ്യാപാരത്തെ തടുത്തുകൊണ്ടിരിക്കുന്നതും ഇതേ ആത്മാവാണ്. തടുത്തുകൊണ്ടിരിക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരും. സ്തോത്രം. ദ മാൻ ഓഫ് ലോലെസ്നെസ് എന്നാണ് അവനെ വിളിച്ചിരിക്കുന്നത്. ആ അധർമ്മമൂർത്തി, അതായത് നിയമങ്ങൾ കയ്യിലെടുത്ത് പന്താടുന്നവൻ, താൻ പെട്ടെന്ന് നിയമങ്ങൾ മറിച്ച് കളയുന്നവൻ, ഒരു നിയമവും ഇല്ലാത്തവൻ, അധർമ്മി. അതിൻ്റെ മൂർത്തിഭാവം, അതിൻ്റെ മാനിഫെസ്റ്റേഷനാണ് ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. ഒരു മനുഷ്യനായിരിക്കും അപ്പോൾ തന്നെ ദുരാത്മാവ് നിറഞ്ഞവനായിരിക്കും. അവൻ്റെ പരിപാടി, അവനിപ്പോൾ തന്നെ അവൻ്റെ വ്യാപാരമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് അതേ പൗലോസിന് വെളിപ്പെടുത്തി കൊടുത്തു. എന്നാൽ അത് വെളിപ്പെട്ട് അതിൻ്റെ പൂർത്തീകരണത്തിൽ വരാതിരിക്കാൻ വേണ്ടി ഒരാൾ തടഞ്ഞുകൊണ്ടിരിക്കുന്നു. ആരാ തടയുന്നത്? പരിശുദ്ധാത്മാവ്. ഇവിടെ 6-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ തടയുന്ന അതേ ആത്മാവ് അശുദ്ധിയെ, അധർമ്മ വ്യാപാരത്തെ തടഞ്ഞുകൊണ്ടിരിക്കുക. ചെയ്യരുത്, ചെയ്യരുത്, ചെയ്യരുത്. എവിടെയെല്ലാം ദൈവസഭകളുണ്ടോ, എവിടെയെല്ലാം ദൈവപ്രവർത്തികൾ വെളിപ്പെട്ടിട്ടുണ്ടോ, അവിടെയെല്ലാം അധർമ്മങ്ങൾ തടയപ്പെടുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ദൈവസഭ ശക്തമായി പ്രാർത്ഥിക്കുകയും ഉണരുകയും ചെയ്ത സമയങ്ങളിലൊക്കെ അങ്ങനെ നിൽക്കുമ്പോഴൊക്കെ ആ ചുറ്റുവട്ടങ്ങളിലുള്ള ആ വലിയ പ്രശ്നങ്ങളെല്ലാം അത് അമർത്തിക്കളയുന്നു. നമ്മളറിയുന്നില്ല. നമ്മൾ ആരാധിക്കും, നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഇതിനെ ചുറ്റുപാടും മനുഷ്യരെ കൂടെ കർത്താവ് നിയന്ത്രിക്കുകയാണ്, അമർത്തുകയാണ്, അധർമ്മം ചെയ്യാതെ. അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങൾ സംഭവിക്കുന്ന പോലെ വലിയ ഭീകര പ്രവർത്തനങ്ങൾ, ഭീകരമായ കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ ദൈവം അമർത്തി വയ്ക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് അത് മാറ്റപ്പെടുമ്പോഴാണ് ആ അധർമ്മമൂർത്തിയുടെ വ്യാപാരം ശക്തമായി വെളിപ്പെട്ടവൻ രംഗപ്രവേശനം ചെയ്യുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് അങ്ങനെ മനുഷ്യരോട് വാദിച്ചു കൊണ്ടിരിക്കുന്നു. മത്തായി സുവിശേഷം 12-ാം അധ്യായം 28-ാമത്തെ വാക്യം. പരിശുദ്ധാത്മാവ് ചെയ്യുന്ന അടുത്ത ശുശ്രൂഷ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ എന്ന് യേശു കർത്താവ് പറയുന്ന ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നു. അതാ യേശു കർത്താവ് ചെയ്യുന്ന ശുശ്രൂഷ ആത്മാവിലുള്ള ശുശ്രൂഷയായിരുന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ടുള്ള ശുശ്രൂഷയാണ് യേശു ചെയ്തത്. ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്തത്, യേശു അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ആത്മാവ് എമനേറ്റ് ചെയ്ത് കടന്നു ചെന്ന്, പ്രസരിച്ച് കടന്നു ചെന്നിട്ട് എവിടെയൊക്കെ ദുരാത്മാക്കളുണ്ടോ അതിനെ പിടിക്കാൻ തുടങ്ങി. അവസാനം ദുരാത്മാക്കൾ വിളിച്ച് പറഞ്ഞു, യേശുവേ ദാവീദ് പുത്രാ ഞങ്ങളെ വിടൂ. പിടിച്ചിട്ടുണ്ടോ? ആ. യേശു കർത്താവ് പതുക്കെ എന്നുകൊണ്ട് നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് നേരെ ചെന്നിട്ട് എവിടെയൊക്കെയാണോ ഈ മനുഷ്യരെ ബന്ധിച്ചു വെച്ചിരിക്കുന്നത് ആ ദുരാത്മാക്കളെ കയറി പിടിച്ചു. അപ്പൊ അവരെടുത്ത് വിളിച്ചു, അയ്യോ ഞങ്ങളെ ഉടനെ. നോക്കുക, ദൈവത്തിന്റെ ആത്മാവ് ചെയ്യുന്നത് ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് അവിടെ ആ വാക്യത്തിൽ കാണുന്നു. യോഹന്നാൻ 16:8 യേശു കർത്താവ് പറഞ്ഞു, ഇതാ ഞാൻ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ നിങ്ങളുടെ മേൽ അയക്കുന്നു. അവൻ ചെയ്യാൻ പോകുന്നു. 16:8 ഇവിടെ വായിക്കുന്നത് ഇങ്ങനെ. യോഹന്നാൻ 16:8 നമ്മൾ വായിക്കുന്നു, അവൻ വന്നിട്ട് ലോകത്തിന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. സ്തോത്രം. സുവിശേഷം പറയുമ്പോൾ പാപബോധം ഉണ്ടാകാൻ കാരണം അതാണ്. ഉണ്ടായേ പറ്റൂ. സുവിശേഷം കേൾക്കുമ്പോൾ ചിരിയും കളിയും അല്ല, തമാശയല്ല ഉണ്ടാകുന്നത്, മറിച്ച് ഒരു പാപബോധമുണ്ട്, ഒരു കുത്തലുണ്ടാകുന്നു. ഹൃദയത്തിന് കുത്തുകൊണ്ടു അല്ലേ? അപ്പോസ്തലന്മാർ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ഹൃദയത്തിന് കുത്തുകൊണ്ട് അവർ പത്രോസിനോട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു രക്ഷപ്പെടാൻ. എവിടെയെല്ലാം സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ടോ അവിടെല്ലാം മനസാക്ഷി കുത്തുണ്ടായിട്ടുണ്ട്. പ്രിക്കിംഗ് ഓഫ് ദ കോൺഷ്യൻസ്, മനസാക്ഷി കുത്തുണ്ടായി. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്നൊരു ബോധമുണ്ടായി. എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് ദൈവദാസന്മാരോട് വിളിച്ച് ചോദിക്കുന്നു. ലോകത്തിന് ബോധം വരുത്തി കൊടുക്കുന്ന, പാപബോധം വരുന്ന ശുശ്രൂഷയാണ് പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ. സ്തോത്രം. അതുകൊണ്ട് ഒരാത്മാവ് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാൻ വേണ്ടി ഉള്ള ടെസ്റ്റ് ഡോസ് അത് തന്നെയാണ്. ആത്മാവിൽ ആരാധിക്കുന്ന പറയുന്ന വ്യക്തിയെ ശ്രദ്ധിച്ചാൽ അറിയാം അവന് പാപബോധം ഉണ്ടാകുന്നെങ്കിൽ കറക്റ്റ് ആത്മാവാണ്. അവൻ ചെയ്യുന്നെല്ലാം കറക്റ്റാണ്, ഞാൻ ചെയ്യുന്നെല്ലാം ഒരു പ്രശ്നവും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നെങ്കിൽ ശരിയല്ല. അതുതന്നെയാണ് അയ്യോ ഞാനിങ്ങനെ വീണ് പോയല്ലോ, കർത്താവെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ദൈവത്തിലേക്ക് മടങ്ങി വരാൻ ഏത് സമയത്തും ഒരു അനുതാപത്തിന് ഹൃദയമുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനമുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിനാണ്. ഇനിയും റോമാലേഖനം 8-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന അടുത്ത ശുശ്രൂഷ.
പരിശുദ്ധാത്മ ചെയ്യുന്ന അടുത്ത ശുശ്രൂഷ കാണുവാൻ കഴിയുന്നത് മരിച്ചവരെ ഉയർപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. 1 കൊരിന്ത്യർ 15:45 വാക്യത്തിലും നമുക്കങ്ങനെ കാണുവാൻ കഴിയും. എന്താണ്? സ്തോത്രം. അതെ, അവിടെ പറയും നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് പറഞ്ഞിട്ട് ഇപ്രകാരം പറയുകയാണ്, നിദ്ര കൊള്ളുന്നവരെ പറ്റി നിങ്ങൾ അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് പറയുന്നു, നാം എല്ലാവരും ഒരുപോലെ നിദ്ര കൊള്ളത്തില്ല. കർത്താവിൻ്റെ കാഹളം ധരിക്കുന്ന സമയത്ത് രൂപാന്തരപ്പെട്ടവരായി തീരുന്നത്, കണ്ണിമയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മൾ രൂപപ്പെടുത്തുന്നത്, നമുക്ക് രൂപഭേദം തരുന്നത് ഈ ആത്മാവാണ്. അതിവേഗത്തിൽ നമ്മെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് പൊക്കിക്കൊണ്ട് പോകുന്നത് ഈ ആത്മാവാണ്. നമ്മുടെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. യേശു പറഞ്ഞു, എൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിക്കേണ്ട അത്യാവശ്യമാണ്. പരിശുദ്ധാത്മാവ് ദൈവമാണ്, ദൈവത്തിൻ്റെ ആത്മാവാണ്, യേശുവിൻ്റെ ആത്മാവാണ്. അതിനെ നമുക്ക് വേണ്ടി നൽകി തന്നിരിക്കുകയാണ്. ഇനി ദൈവത്തോട് ചേർത്ത് പറയപ്പെട്ടിരിക്കുന്ന ചില വേദഭാഗങ്ങൾ നമ്മൾ ചിന്തിപ്പാനിടയായി. മത്തായി സുവിശേഷം 28-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ 20-ാമത്തെ വാക്യം നമുക്ക് കാണുവാൻ കഴിയുന്നു. യേശു കർത്താവ് പറഞ്ഞു, സ്നാനത്തിൻ്റെ സമയത്ത്, അതെ, അവനോട് ചേർത്ത് പരിശുദ്ധാത്മാവിനെയും കാണും. നമ്മൾ യേശുവിനെ കുറിച്ച് ചിന്തിച്ചു, അതുതന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നു. കർത്താവ് പറഞ്ഞു, സ്നാനപ്പെടുത്തുമ്പോഴേ ഏത് നാമത്തിലാണ്? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വേണം സ്നാനപ്പെടുത്താൻ. അല്ലാതെ യേശുവിൻ്റെ നാമത്തിൽ മാത്രം മുക്കിയാൽ പോരാ. സ്നാനസാന്തരപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ് മുക്കിയാൽ പോരാ. അത് യോഹന്നാന്റെ സ്നാനമാണ്. യേശുവിൻ്റെ നാമത്തിൽ മാത്രം സ്നാനപ്പെടുത്തുന്നതുകൊണ്ട് അത് കൾട്ടാണ് യേശു നാമക്കാർ ചെയ്യുന്നത്. അവർക്കെല്ലാം യേശു മാത്രമേ ഉള്ളൂ, പിതാവുമില്ല, പരിശുദ്ധാത്മാവില്ല. എന്നാൽ യേശുവിൻ്റെ ശുശ്രൂഷയിൽ തെളിഞ്ഞു വന്നൊരു കാര്യം, പിതാവ് കൊണ്ട്, പരിശുദ്ധാത്മാവ് കൊണ്ട്, താൻ പുത്രനുമുണ്ട്. ഈ 3 പേരും കൂടെ ചേർന്നുള്ള ശുശ്രൂഷയാണ്, ത്രിത്വത്തിൻ്റെ ശുശ്രൂഷയാണ്. നാം അംഗീകരിക്കുന്നതും നാം ആരാധിക്കുന്നതും അവരെയാണ്. സ്തോത്രം. അവ ഒന്നായി നിൽക്കുന്നു, അപ്പോൾ തന്നെ 3 ആളത്വങ്ങളായി വെളിപ്പെടുന്നു. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇനി നമുക്ക് യേശു ക്രിസ്തുവിലേക്ക് എത്തി വീണ്ടും മടങ്ങി വരാം. യേശു ക്രിസ്തുവിനെ കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. നാം യേശു ക്രിസ്തുവിനാൽ രക്ഷിക്കപ്പെട്ട് വീണ്ടെടുക്കപ്പെട്ട, അവൻ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട ദൈവസഭയാകിയാൽ യേശു ക്രിസ്തുവിൻ്റെ ആളത്വത്തെക്കുറിച്ച് കുറച്ചുകൂടെ പഠിക്കേണ്ടതുള്ളതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് വീണ്ടും മടങ്ങി വരികയാണ് ചെയ്യുന്നത്. ദൈവാരാധന ക്രിസ്തുവിനെ നൽകുന്നതായി നാം കാണുന്നു. മത്തായി സുവിശേഷം, യേശു ക്രിസ്തുവിലേക്ക് മടങ്ങി വരികയാണ്. മത്തായി സുവിശേഷം 28-ാം അധ്യായം 9-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു, അവർ അടുത്ത് ചെന്നു അവൻ്റെ കാൽ പിടിച്ച് അവനെ നമസ്കരിച്ചു. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു, വീണ്ടും അവർക്ക് പ്രത്യക്ഷനായി. ആ സമയത്ത് അവരിൽ നിന്ന് എടുക്കപ്പെടാൻ തുടങ്ങുന്ന തൊട്ടു മുമ്പ് ഇവർ ചെയ്തൊരു കാര്യം, അവർ ചെന്നിട്ട് ഓടിച്ചെന്ന് യേശു കർത്താവിൻ്റെ കാൽക്കൽ വീണു, കാലെ പിടിച്ചു, നമസ്കരിച്ചു. ആരാധിച്ചു എന്ന പദമാണ് അതിന് മൂലഭാഷയിൽ കാണുവാൻ കഴിയുന്ന പദപ്രയോഗം. നമസ്കാരം എന്ന് പറയുമ്പം ചില ആൾക്കാർ പറയാറുണ്ട്, ഈ റോഡിൽ വെച്ച്, നമസ്കാരം മാഷേ, അതൊരു തമാശയുടെ ഒരു വണക്കം എന്ന് പറഞ്ഞല്ലോ, ഒന്ന് വിഷ് ചെയ്തതേ ഉള്ളൂ. അങ്ങനെയല്ല, സലാം അലൈക്കും എന്ന് പറയുന്ന പോലെ. അപ്പോൾ അവരും അലൈക്കും സലാം തിരിച്ചിങ്ങോട്ടും പറയും. അങ്ങനെയല്ല ഇത് ഒരു ഭംഗിവാക്കിന് പറയുന്നതോ ഒരു സന്തോഷത്തിന് പറയുന്നതോ അല്ല. ആരാധിച്ചു എന്ന പദപ്രയോഗമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. യേശു കർത്താവ് ആരാധന സ്വീകരിച്ചു. മത്തായി സുവിശേഷം 14-ാം അധ്യായം 33-ാമത്തെ വാക്യം. മത്തായി 14:33. അവിടെ നാം കാണുവാൻ കഴിയുന്നത്, നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. നീ ദൈവപുത്രൻ എന്ന് പറഞ്ഞ്, സത്യം എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്നു അപ്പോസ്തലർ പ്രവൃത്തി 10-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. അത് 25-26 വാക്യങ്ങൾ. പത്രോസിലൂടെ അത്ഭുതങ്ങളും ദൈവിക പ്രവർത്തികളും സുവിശേഷവും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ നിറവും ഒക്കെ വ്യാപരിച്ചതായ അപ്പോസ്തലനായ പത്രോസ് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ ജനത്തിന് ഭയങ്കര വിശ്വാസമായി. അവർ ചെന്നിട്ട് പത്രോസിനെ നമസ്കരിക്കാൻ ശ്രമിക്കുമ്പോൾ പറയുന്നത്, പാടില്ല, എന്നെ നമസ്കരിച്ചിട്ട് കാര്യമില്ല, എന്നെയല്ല നമസ്കരിക്കേണ്ടത്, ദൈവത്തെ നമസ്കരിക്കുക. അതുകൊണ്ട് ക്രിസ്തു മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ എന്ന് അദ്ദേഹം പ്രസംഗിച്ച് പറയുന്നു. മത്തായി സുവിശേഷം 4-ാം അധ്യായം 10-ാമത്തെ വാക്യം. മത്തായി സുവിശേഷം 4-ാം അധ്യായം 10-ാമത്തെ വാക്യം. അവിടെ പിശാചിനോട് ഉള്ള പരീക്ഷയിൽ യേശു കർത്താവ് ഉദ്ധരിക്കുന്നതായ ഒരു വേദഭാഗമാണ്. അത് ഒരു കൊട്ടേഷനായിട്ട് ആവർത്തന പുസ്തകത്തിൽ എടുത്തിരിക്കുന്ന ഭാഗമാണ്. അവിടെ കാണുവാൻ കഴിയുന്നില്ല, ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. ആരാധിക്കുന്ന ആരെയായിരിക്കണം?
കർത്താവിനെ ആരാധിക്കണം. അതുപോലെ തന്നെ ദൈവപിതാവിനെ ആരാധിക്കേണ്ടത് ആത്മാവിലും സത്യത്തിലും വേണം ആരാധിക്കാൻ. 4-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു 25, 24, 25 വാക്യങ്ങളിൽ ഇവിടെ വായിക്കുന്നു, കർത്താവിനെ മാത്രം നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 8, 9 വാക്യങ്ങൾ അതൊന്ന് വായിക്കുന്ന നന്നായിരിക്കും. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 8, 9 വാക്യം. ഇത് കേൾക്കുകയും കാണുകയും ചെയ്ത യോഹന്നാൻ എന്ന ഞാൻ തന്നെ കേൾക്കുകയും കാണുകയും ചെയ്ത ശേഷം അതെനിക്ക് കാണിച്ചു തന്ന ദൂതൻ്റെ കാൽക്കൽ വീണു നമസ്കരിച്ചു. എന്നാൽ അവൻ എന്നോട്, അതരുത്, ഞാൻ നിൻ്റെയും നിൻ്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും സഹഭൃത്യത്രേ, ദൈവത്തെ നമസ്കരിക്കുക എന്നു പറഞ്ഞു. കർത്താവിനെ നമസ്കരിക്കുക, അതല്ലെങ്കിൽ യേശുവിനെ നമസ്കരിക്കുക. യേശു ആരാധന സ്വീകരിച്ചു. ഇവിടെ വായിക്കുന്നത് ദൈവത്തെ നമസ്കരിക്കുക, ദൈവത്തെ നമസ്കരിക്കുക. ആരായ ദൈവം എന്ന് പറഞ്ഞാൽ യേശു കർത്താവ്. നമുക്ക് വേണ്ടി വെളിപ്പെട്ട് വന്ന യേശു കർത്താവ്. അവനെ ആരാധിക്കുക, അവനെ നമസ്കരിക്കുക. അല്ല, ദൂതനെ നമസ്കരിക്കാൻ അനുവാദമില്ല, പുണ്യവാളന്മാരെ നമസ്കരിക്കാൻ അനുവാദമില്ല. അങ്ങനെയായിരുന്നെങ്കിൽ അദ്ദേഹം കൂടെ, ഈ ദൂതനോ അല്ലെങ്കിൽ പത്രോസോ, നമുക്ക് കാണാം പൗലോസ് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പൗലോസും ശീലാസും കൂടെ ശുശ്രൂഷിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നതിനാൽ ജനമെല്ലാം കൂടി ഓടിക്കൂടി ബുധനും ഇന്ദ്രനും നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രീക്കുകാരെല്ലാം കൂടെ ഇളകി ഭയങ്കര ബഹളം ഉണ്ടാക്കി. എന്നിട്ട് അവിടെ യാഗപീഠം ഉണ്ടാക്കി അവർക്ക് ആരാധന തുടങ്ങാൻ വേണ്ടി അത്രയും വരെ എത്തി. അവസാനം രക്ഷയില്ലെന്ന് കണ്ടിട്ട് സ്റ്റേജിൽ ഇരുന്ന പൗലോസും ശീലാസും കൂടെ വസ്ത്രം വലിച്ചു കീറി ജനത്തിനിടയിലോട്ട് ഇറങ്ങി ഓടി. എന്നിട്ട് പറഞ്ഞു, ഒരിക്കലും പാടില്ല, നിങ്ങളത് ചെയ്യരുതെന്ന് പറഞ്ഞ പ്രയാസത്തോടെ അവരെ തടുത്തു കളഞ്ഞു. ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ടുതിരിഞ്ഞ് ദൈവത്തിലേക്ക് മനസ്സ് തിരിയണം, ദൈവത്തെ ആരാധിക്കാൻ അത്രയും വേണ്ടതെന്ന് പറഞ്ഞു. അവരെ ശക്തമായി വാൺ ചെയ്യുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. മനുഷ്യനെ ആരാധിക്കരുത്, മനുഷ്യ ദൈവങ്ങളില്ല, വേറെ പുണ്യവാളന്മാരില്ല, പണ്ട് ജീവിച്ചിരുന്ന മരിച്ചുപോയ വിശുദ്ധന്മാരെ ആരാധിക്കാൻ വചനത്തിൽ വ്യവസ്ഥയില്ല. ഈ തെളിവുകൾ വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്നു, യേശു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ താൻ ദൈവമെന്ന് തെളിയിക്കുന്ന ധാരാളം കാര്യം ഞാൻ നേരത്തെ ഓർപ്പിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നത് ക്രിസ്തുവിനെ മാത്രമേ ആരാധിക്കാവൂ.